പ്രിയപ്പെട്ട മാളൂരെ, ഈ നാട്ടിൽ ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ രാജ്യത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഊന്തി ഊന്തി പറയുകയാണ്, പ്രിയമുള്ള മാളൂരെ, ഞാൻ അല്പത്തിരക്കിലാണ്. കുമ്മാട്ടിക്കടവിന്റെ നീറുന്ന പ്രശ്നങ്ങളെ പറ്റി ഒരു ഉന്നതതല ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്റെ നമസ്കാരം. देश की वाणिज्य प्रमुख आलिमदी महाराजा कोडीश्वर जी आ रहा है. എന്തുണ്ട് നേതാവേ വിശേഷം? കുമ്മാട്ടിക്കടവിൽ നീറുന്ന പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? തിരുവുള്ളം കനിഞ്ഞ് കാര്യങ്ങളൊക്കെ ഭംഗിയായി നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് വരികയാണ്, ചെലവും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് എനിക്കെന്താണ് പ്രയോജനം? കടലിൽ കല്ലിടാനുള്ള ഒരു കോൺട്രാക്ട് ഒപ്പിച്ചിട്ടുണ്ട്, അതിലൊരു പങ്ക് പോരാ. ഈ കാടായ കാട് മുഴുവനും വെട്ടിത്തെളിക്കുവാനുള്ള ഒരു ലൈസൻസ് ഒപ്പിച്ചു തരാമേ? പോരാ. എന്നാൽ ഈ കുമ്മാട്ടിക്കടവ് മുഴുവനും അങ്ങേക്ക് ഞാൻ തീരെഴുതി തന്നുകൊള്ളാമേ. ഇവരല്ലോ നമ്മുടെ സമ്പത്ത് ഊറ്റിയെടുക്കും കള്ളന്മാർ, ഇവരല്ലോ കോരന് കണ്ണീർ കുമ്പിൽ നൽകും കള്ളന്മാർ. ഇവരല്ലോ നമ്മുടെ സമ്പത്ത് ഊറ്റിയെടുക്കും കള്ളന്മാർ, ഇവരല്ലോ കോരന് കണ്ണീർ കുമ്പിൽ നൽകും കള്ളന്മാർ. വോട്ട് ചെയ്ത് ഓട്ടക്കലമായി മാറിയ നാട്ടാര്, പ്രിയ കുമ്മാട്ടിക്കടവുകാര്, ഈ നാടിനെ മുഴുവൻ വിറ്റ് കാശാക്കുന്ന രാഷ്ട്രീയ കുമ്മാട്ടിക്കളി നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് നാളുകൾ കുറയായി. അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെങ്കിലും അവസരവാദികളായ രാഷ്ട്രീയക്കാരെ ഈ മണ്ണിൽ നിന്നും തുരത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഈ നാടിനൊരു പുരോഗമനം ഉണ്ടാവണമെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ചുറുചുറുക്കുള്ള കഴിവുള്ള ഒരു ചെറുപ്പക്കാരനെ ആയിരിക്കണം കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് മെമ്പറായി തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. യുവത്വത്തിന്റെ കത്തിജ്വലിക്കുന്ന രോഷാഗ്നിയിൽ ഈ കപട രാഷ്ട്രീയ കോലങ്ങൾ ചാമ്പലാകട്ടെ. ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് വിദ്യാർത്ഥികളുടെ കലാഭിരുചി എത്ര കണ്ട് സംസ്കൃതവും സമ്പുഷ്ടവുമാകുന്നുണ്ട് എന്നൊന്ന് പരിശോധിച്ചു നോക്കാം. പാഠപദ്ധതിയിൽ 3 കലാവിഷയങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്: ചിത്രരചന, സംഗീതം, സാഹിത്യം. അപ്പോട്ടുനായർ എത്തിയില്ലേ നാരായണി? ഇല്ലല്ലോ ഏട്ടാ. എന്താ കാര്യം? ആ കവലയില് വിശാലിന്റെ കൂട്ടുകാരി വന്നിടുന്ന് നാടകമെന്നോ തെരിക്കൂത്തുന്നോ ഏതാണ്ടൊക്കെ പറഞ്ഞ് തല കുത്തി മറിയ. കൂട്ടുകാർ ഓരോന്ന് ചെയ്യുന്നതിന് ഏട്ടൻ എന്ത് പഠിച്ചു? അവനൊരു ഇന്റർവ്യൂവിന് പോയിരിക്കുക. ആ അപ്പൂട്ടൻ നായരുടെ സർവ്വ കള്ളത്തരം അവന് കിട്ടിയിട്ടുണ്ട്. അവൻ മാറി എന്നിട്ട് ഇവറ്റകളെ കൊണ്ട് ചെയ്യിക്കുക, അതും എന്റെ കടയുടെ മുമ്പില്. ഏട്ടനപ്പോ വന്നു ഇതാണ് കൊണ്ടുവയ്ക്കൂ. അല്ല അപ്പൂട്ടൻ നായരെ, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, തന്റെ മോൻ ഇത് എന്ത് ഭാവിച്ചാ പുറപ്പാടല്ല? അപ്പൊ ഏട്ടനും കണ്ടു അത്? കേട്ടോ നാരായണി, നമ്മുടെ മോനെ അതുകൊണ്ട് പറയല്ല, വിശ്വനാഥ എഴുതിയ നാടകം കണ്ട് ആൾക്കാർ രസിക്കുകയും കയ്യടിക്കണൊക്കെ കണ്ടപ്പോ എനിക്ക് ആകെ കൂടി രോമാഞ്ചണ്ടായി. എന്തൊക്കെയാ അവന്റെ ആശയങ്ങള്, ആ താളവും മേളവും ആകെ കൂടി ഒരു കൊഴുപ്പായിരുന്നു. താൻ ഇങ്ങനെ കണ്ണടച്ച് കൊടുത്തിട്ട് ആ ചെക്കൻ കയറി തോന്നിവാസം കാണിക്കുന്നത്. പിള്ളേരാകുമ്പോ കുറച്ച് തോന്നിവാസമൊക്കെ കാണിക്കൂ ഏട്ടാ. അവന്റെ കാര്യത്തിൽ തനിക്ക് ശ്രദ്ധയില്ലെങ്കിലും എനിക്കുണ്ട്. എന്റെ മോളെ അവന്റെ കയ്യിലല്ലേ പിടിച്ചേൽപ്പിക്കേണ്ടത്. ഇനിയിപ്പോ ഒരു കാലത്ത് അവനൊരു MLA മന്ത്രിയോ മറ്റോ ആയാ നമുക്കും സ്റ്റേറ്റുകാരിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാലോ. ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാരായണി, ഞാൻ ഇറങ്ങാം. അവൻ വരുമ്പോഴേ നീയെങ്കിലും അവനെ ഒന്ന് ഗുണദോഷിക്ക. ശരിയേട്ടാ. അവനൊരു മന്ത്രിയോ മറ്റോ ആയാൽ മോളെ കെട്ടിയില്ലെങ്കിലോ എന്നുള്ള പേടിയാവും നിന്റെ ഏട്ടന്. നീടുവാ. മാഷ് വീട്ടിലില്ലേ? ഉണ്ടല്ലോ. അല്ല, ഞാൻ വന്നപ്പോ കണ്ടില്ല. എപ്പോ വന്നു? ഇന്നലെ. കുറച്ച് പ്രസാദം തരൂ. അമ്പലത്തിൽ പോകുന്നില്ലേ? അല്ല, പോകുന്നുണ്ട്. ഞാൻ അവിടുന്ന് വാങ്ങിച്ചോളാം. സാരല്ലേ, എടുത്തോളൂ. വേണ്ട. ഏതായാലും തെരുവ് നാടകം കലക്കി. അതെ അതെ, നീ ഒറ്റ ഒരുത്തനാണ് ഓവറാക്കി ചളവാക്കിയത്. എന്തായാലും തെരുവ് നാടകത്തെ കുറിച്ച് നാട്ടുകാർക്ക് വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിശ്വനാഥൻ മാഷാണെന്ന് ജനങ്ങളെ അറിയിക്കണ്ടേ? ഇപ്പോഴേ ജനങ്ങൾ അത് അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന്? ജനങ്ങളെ അറിയുന്നതിനേക്കാൾ നല്ലതാണല്ലോ അറിയാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. എന്തോന്ന് കാള്? നിന്റെ സ്ഥാനത്തും അസ്ഥാനത്തുള്ള കാളും നല്ലത് പറച്ചിലുണ്ടല്ലോ. എനിക്ക് അങ്ങ് ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാനത് മനഃപൂർവ്വം പറയുന്നതാണോ?
സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇങ്ങനെ വന്നു പോകുന്നതിനേക്കാൾ നല്ല വിശ്വനാഥ മാസ്റ്റർ തന്നേച്ചതാ, ഒരു നോട്ടീസിനുള്ള മാറ്ററാണ് ഇതില്. അയ്യടാ, ഒരു നോട്ടീസ് കണ്ടില്ലേ? ഇവിടെ മൊറം പോലുള്ള നോട്ടീസുമായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിയിരിക്കുന്നത്. അതിനിടയ്ക്ക് ഈ പീറ കടലാസുമായിട്ട് എന്നാലുണ്ടല്ലോ ചുരുട്ടിയിട്ട് ദൂരെ കളയും. അതെ, ഇത് സംഗതി ചെത്തുന്ന ഉറപ്പാ. ഇതുപോലൊരു നോട്ടീസ് ഇതുവരെ ആരും കണ്ടിട്ടുണ്ടാവില്ല. എങ്ങനെ കുമ്മാട്ടിക്കടവിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചൂട് പിടിച്ച അന്തരീക്ഷം. ആ ഗ്രാമത്തിന്റെ ചെമ്മൺ പാതയിലൂടെ സൂര്യനെ പോലെ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ മന്ദം മന്ദം നടന്നു വരുന്നു. അത് നമ്മളെ മാഷായിരിക്കും. അതെ, മാഷ് തന്നെ. നാട്ടുകാർ സ്നേഹപൂർവ്വം മാഷ് എന്ന് വിളിക്കുന്ന എ വിശ്വനാഥൻ എന്ന ചെറുപ്പക്കാരൻ. ഒരുപറ്റം സ്ത്രീകൾ മാഷിന്റെ അരികിലേക്ക് ഓടിയെത്തി. മാഷ് അവരെ കണ്ടു നിന്നു. മണിമംഗലത്ത് സൗദാമിനി പറഞ്ഞു, മാഷ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. അത് പിന്നെ പറയാതിരിക്കോ, മാഷിന്റെ ആളല്ലേ സൗദാമിനി. അതെ അതെ. മാളികപ്പുരയ്ക്കൽ അന്നാമച്ചേട്ടത്തി പറഞ്ഞു, മാഷ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാവണം. അന്നാമ്മച്ചേർത്തിയുടെ മകളോടെന്തോ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ മാഷിനെ പാരൽ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടത്. അപ്പൊ പിന്നെ അവരങ്ങനെ പറയുമോ? പറഞ്ഞത് തന്നെ വച്ചോ. അതിനിപ്പോ നിനക്കെന്താ? തുണ്ടുപറമ്പിലെ സുബൈദ പറഞ്ഞു, മാഷ് മത്സരിക്കണം, അത് ഞങ്ങളുടെ ഒരു സ്വപ്നമാണ്. സുബൈദ അങ്ങനെ പറഞ്ഞ? ആ പറഞ്ഞു. പറയൂല. എന്താ പറഞ്ഞു? സുബൈദ ഒരിക്കലും അങ്ങനെ പറയൂല. പറഞ്ഞു അങ്ങനെ ഇപ്പൊ വെക്കണ്ട. കാരണം ഞാൻ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്നായിരുന്നു സുബൈദയുടെ സ്വപ്നം. അയ്യടാ സുബൈദയുടെ സ്വപ്നം. എടാ, നിന്റെ മോന്തെ കൊണ്ട് മത്സരിച്ച കെട്ടിവെച്ച കാശ് കിട്ടുവാടാ. കിട്ടൂല അല്ലേ? ആമിനെയും സുജാതയും മേരി ചാക്കയും ശൈലജയെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, മാഷ് മത്സരിക്കണം, ഞങ്ങളുടെ സ്വപ്നമാണ്. മാഷ് മറുപടി ഒന്നും പറയാതെ മുന്നോട്ട് നടന്നു. സൗദാമിനിയുടെ സ്വപ്നം, അന്നാമ്മയുടെ സ്വപ്നം, സുബൈദയുടെ, ആമിനയുടെ, സുജാതയുടെ, മേരി ചാക്കോയുടെ സ്വപ്നം. ആ സ്വപ്നം പൂവണിയുമോ? പൂവണിയുമോ? അണിയുമോ? അണിയുമായിരിക്കും. ഇതെന്താ ഇലക്ഷൻ നോട്ടീസോ അതോ പ്രേമലേഖനോ? അതൊക്കെ പിള്ളേരുടെ ഓരോരോ നേരം പോക്കല്ലേ അപ്പൂട്ടനായരെ. അവന് ഇലക്ഷൻ വെക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എതിരൊന്നുമല്ല. ഞാനും എതിരൊന്നല്ല. പക്ഷേ ഈ നാട്ടിൽ ഒരു ഉറച്ച ഭരണം കാഴ്ചവെക്കണമെങ്കിൽ അത് ഈ ഉത്കണ്ഠമുള്ള ജയിച്ചേ പറ്റുമെന്ന് ജനങ്ങൾക്കറിയാം. ഈ കണ്ണ് കണ്ട സൗദാമിനിയുടെ, അന്നാമ്മയുടെ, സുബൈദയുടെ ഒക്കെ സ്വപ്നങ്ങളൊക്കെ പൂവണിയാൻ തുടങ്ങിയാൽ തന്റെ മോന്റെ കാര്യം കുറെ അപകടത്തിലാവുമല്ലോ അപ്പൂട്ടനായരെ. സ്വപ്നം കാണാൻ ഒരുപാട് ആളുകളപ്പോ എന്നെ ഒഴിവാക്കായിരുന്നില്ലേ? ചൂടാവാതെ മിനിക്കുട്ടി, ഇതൊക്കെ ഇലക്ഷന്റെ ഒരു നമ്പർ അല്ലേ? നോട്ടീസ് അടിക്കുമ്പോ മാഷ് പ്രത്യേകം പറഞ്ഞെന്താണെന്നറിയോ? ആദ്യം സ്വപ്നം കാണുന്ന പേര് മണിമംഗലത്തെ സൗദാമിനിയുടെ ആയിരിക്കണമെന്ന്. ആരെന്തൊക്കെ സ്വപ്നം കണ്ടാലെന്താ, മാഷിന്റെ മനസ്സിൽ ഒരു ഒറ്റ സ്വപ്നമേ ഉള്ളൂ, അത് മിനിക്കുട്ടിയാണ്. ആ മാഷടുത്ത് പറഞ്ഞേക്ക്, എനിക്കൊന്ന് കാണണമെന്ന്. നോക്കടി നോക്ക്, നിന്റെ സൽപുത്രന്റെ ലീലാവിലാസങ്ങള് വായിച്ചു നോക്ക്. നോക്കട്ടെ. നാട്ടിലുള്ള പെണ്ണുങ്ങൾ മുഴുവൻ അവനെ സ്വപ്നം കാണാടത്തേ. ഇവനാര് ശ്രീകൃഷ്ണനോ? ഒന്നുമില്ലെങ്കിലും അച്ഛന്റെ പേരെങ്കിലും വെക്കായിരുന്നു. അതാ പറഞ്ഞത്, ആണായിട്ട് ഒരുത്തന്റെ പേരെങ്കിലും ഉണ്ടോ ഇതില്? നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ അവനെ വിളിച്ചൊന്ന് ഗുണദോഷിക്കണമെന്ന്. ഗുണദോഷം എന്താ പറയണ്ടത് എനിക്കറിയാം. ആ കുരുത്തം കെട്ടുകൊണ്ട് വരട്ടെ. അമ്മ നോക്കിക്കേ, സൗദാമിനി, അന്നമ്മ, സുബൈദ. അയ്യോ, അവൻ എന്റെ പേരും കൂടെ വെക്കായിരുന്നു. തൽക്കാലം മാഷ് നേരിട്ട് വരാതിരിക്കുന്ന ഭംഗി. അല്ലെങ്കിൽ സ്വപ്നം പോണിയോ, മാഷ് മത്സരിക്കോ എന്ന് കാലങ്ങൾ ചോദിക്കാൻ തുടങ്ങും. അതിനൊക്കെ മാഷ് നേരിട്ട് ഉത്തരം കൊടുക്കുന്ന വെച്ചാൽ ബുദ്ധിമുട്ടാ. പകരം ഒരു നോട്ടീസ് കൊണ്ടടിക്കാം. നോട്ടീസിന്റെ മാറ്റർ എന്താന്ന് മാഷോട് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതി. അതിപ്പോ മാറ്റർ മാഷ് പറയുന്നതിനേക്കാൾ നല്ലതാണല്ലോ, നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ. ഒന്ന് നിർത്തടേ നിന്റെ ഒരു കാള്. ഒരു കാളില്ല. ഇന്നിറക്കിയ നോട്ടീസ് ഒരു സസ്പെൻസ് ആണ്. സ്വപ്നം പൂണിയുമോ എന്നുള്ള സസ്പെൻസ്. അതിന് ഉത്തരം നമുക്ക് അടുത്ത നോട്ടീസിൽ കാച്ചിക്കളയാം. എന്താ? അതെ അതെ, കാച്ചിക്കളയാം. ആ സൗദാമിനിയുടെ, അന്നാമ്മച്ചേട്ടത്തിയുടെ, സുബൈദയുടെ സ്വപ്നം, മേരി ചാക്കോയും ശൈലജയും കണ്ട സ്വപ്നം. ആ സ്വപ്നം പൂവണിയുന്നു. മാഷ് തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നു. ഇവന്റെ ഒരു ക്ലാസ്. ഇവനൊക്കെ എന്ന് മുതലാ മാഷായത്? ഏതോ ഒരു പാരലൽ കോളേജിൽ 2-3 ദിവസം പഠിപ്പിച്ചതിന് ഇവനും മാസം. ഇപ്പോഴും ഇത്രയൊക്കെ ഉള്ളൂ. 4 കാശിറക്കാനുണ്ടെങ്കിൽ ഏത് അലവലാതിക്ക് വേണമെങ്കിലും ഇലക്ഷൻ നിൽക്കാം. എന്നാൽ പിന്നെ നിനക്ക് തന്നെ ഒന്നുകൂടായിരുന്നു. എല്ലാ രാഷ്ട്രീയക്കാരും മാറി മാറി വന്നതല്ലേ, ഇനി മാഷൊന്ന് ഭരിച്ചു നോക്കട്ടെ. ഭരിക്കാനും വോട്ട് കൊടുക്കാനും ആളുണ്ടായിട്ട് വേണ്ടേ? പുലി വരുന്നേന്ന് കൂവി തടുക്കാന്നല്ലാതെ ഇതുവരെ വോട്ടും ചോദിച്ചിറങ്ങിയിട്ടുണ്ടോ എന്റെ ഈ മാസ്റ്റർ? ഇല്ല. മാന്യ മഹാജനങ്ങളെ, കുമ്മാട്ടിക്കടവിലെ മാളോരെ, കുമ്മാട്ടിക്കടവ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 1-ാം വാർഡിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും ഒരേ വേദിയിൽ ഞങ്ങൾ അണിനിരത്തുകയാണ്. ആ വേദിയിൽ ഈ നാടിന്റെ സ്ഥിരാപടലങ്ങളിൽ ഇടപെടവില്ലാതെ ഒരു കൊടുങ്കാറ്റായി പടർന്നു കയറിക്കൊണ്ടിരിക്കുന്ന, കടിഞ്ഞൂൽ മത്സരത്തിന്റെ പടയൊരുക്കം തന്ത്രപൂർവ്വം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ മാഷ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഉത്കണ്ഠ പിള്ളയ്ക്കും ആമത്തോമയ്ക്കും ഇവിടെ നിൽക്കക്കള്ളി ഇല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം ക്ഷേത്ര മൈതാനിൽ ചേർന്ന വമ്പിച്ച പൊതുസമ്മേളനത്തിൽ ഈ കുമ്മാട്ടിക്കടവിന്റെ ആവേശവും
അഭിമാനവും അപമാനവുമായ ഭാഷ അല്ല അഭിമാനവുമായ മാഷങ്ങളോട് സംസാരിക്കുന്ന അതുകൊണ്ട് കുമ്മാട്ടിക്കടവിലെ പ്രബുദ്ധരായ നല്ലവരായ വോട്ടർമാരോട് എനിക്ക് ഒന്നു മാത്രമേ അപേക്ഷിക്കാനുള്ളൂ, അഭ്യർത്ഥിക്കാനുള്ളൂ. ഇത്തവണയെങ്കിലും ആമചിഹ്നത്തിൽ വോട്ട് ചെയ്ത് ഈ തോമാച്ചനെ വിജയിപ്പിക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. എന്ത് പാടേ ഇത്? അടുത്തതായി 4ാം തവണ ജനവിധി തേടുന്ന PCP സ്ഥാനാർത്ഥി ശ്രീമാൻ ഉത്കണ്ഠം പിള്ള നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. ഉത്കണ്ഠം പിള്ള നേതാവേ, ഉത്കണ്ഠം പിള്ള നേതാവേ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠ കൂടാതെ നയിച്ചോളൂ, ഉത്കണ്ഠം പിള്ള സിന്ദാബാദ്, ഉത്കണ്ഠം പിള്ള സിന്ദാബാദ്. ബഹുമാന്യരായ സമ്മതിദായകരെ, ഈ കുമ്മാട്ടിക്കടവിന്റെ മുഖച്ഛായ മാറ്റാൻ അഹോരാത്രം പാടുപെട്ടുകൊണ്ടിരിക്കുന്ന എന്നെ, ഈ ഉത്കണ്ഠം പിള്ളയെ, ഈ നാട്ടിലെ ഓരോ പുൽക്കൊടിക്കും കച്ചിത്തുരുമനും പക്ഷിമൃഗാദികൾക്കും സുപരിചിതനായ ഈ ഉത്കണ്ഠം പിള്ളയെ ഇത്തരം ഒരു വേദിയിൽ വെച്ച് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. 15 കൊല്ലത്തെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമാണ് സഹോദരന്മാരെ ഈ നാട്ടപ്പെട്ട പോസ്റ്റുകൾ. സഹോദരിമാരെ, ഒരു മാല കൊടുത്തേ. വിശ്വാമാഷ് വന്നാ ഉടനെ കഴുത്തോട്ട് മനെ ഒരു മാല ഇടണം കേട്ടാ. കുമ്മാട്ടിക്കടവിൽ നിന്ന് നീ എവിടെയെല്ലാം കൊണ്ടുകൊടുക്കും, കൊണ്ടുപോടാ. ഓ, എനിക്ക് നന്ദിയുണ്ട്. ഈ പഞ്ചായത്തിന് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരെ പെങ്ങന്മാരെ ഒന്ന് മാറിത്തരണേ, ഒന്ന് മാറിത്തരണേ. സൗദാമിനിയെ മാഷ് വരുമ്പോഴേ സ്റ്റേജിൽ കയറി ഒരു മാല ഇടണം. അയ്യേ എനിക്ക് വയ്യ ആളുകളൊക്കെ മുമ്പ് വെച്ച്. എന്നായാലും മാല ഇടാനുള്ളല്ലേ, ഇപ്പൊ തന്നെ ആയിക്കോട്ടെ. ചുമ്മാ ഇരി. അയ്യ വലിയ നാണമാണേ വേണ്ട കേട്ടോ. ഇവിടെ ആയിരക്കണക്കിന് പെമ്പിള്ളാർ ക്യൂ നിൽക്കുക മാഷക്കൊന്ന് മാല ഇടാൻ വേണ്ടി. ഈ കുട്ടി ഇപ്പൊ തയ്യാറാ, ഒരു മാല ഇട്ടൂടെ? അയ്യേ എനിക്ക് വയ്യ. ആളുണ്ട്. ഈ നാടിന്റെ ഭാവിയെ പറ്റി ഉത്കണ്ഠയുള്ള ഏക വ്യക്തിയാണ് ഈ ഉത്കണ്ഠം പിള്ള എന്ന് ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സഹോദരന്മാരെ. ഉത്കണ്ഠ പിള്ളയുടെ പ്രസംഗം തീരാറായി. ഈ മാഷ് എവിടെ പോയിരിക്കുക? ഇയാളിത് എവിടെ പോയി കിടക്കുന്നത്? ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് മാഷ് വരായിരുന്നാലേ നാട്ടുകാർ നമ്മളെ അടുത്ത് കോണം കൊടുക്കും. ഈ രാജ്യത്തെ നല്ലവരായ ജനങ്ങളായ നിങ്ങൾ ഇനിയും എനിക്ക് സർവ്വ സഹായ സഹകരണങ്ങളും തന്ന് മേലിലും എന്നെ വിജയിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഉത്കണ്ഠൻ പിള്ള